ഈ നിയമപോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഹൈന്ദവ സംഘടനാ നേതാവ് ശ്രീ SJR കുമാർ ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഈ വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീ SJR കുമാർ, പരിപാടി നടത്തിക്കോ, പക്ഷേ കർശനമായ വ്യവസ്ഥകൾ പാലിക്കണം, നിയന്ത്രണങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊണ്ടുവരികയാണ്. എന്താണ് ആദ്യ പ്രതികരണം? ഹൈക്കോടതി ഈ വിഷയം ഗൗരവമുള്ളതാണെന്നും നമ്മൾ അവിടെ ഹർജിയിൽ കൊടുക്കുകയും അതുമാത്രമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ ഈ വിഷയം വളരെ ആശങ്കയോടെ കാണുന്നു. വളരെയധികം ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുദിച്ചു, കോടതിയുടെ മനസ്സിലുദിച്ചു. അത് കോടതി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുകയും ചെയ്തു. എന്തായാലും വളരെ ശക്തമായ രീതിയിൽ കോടതി പ്രതികരിച്ചു. അതിന്റെ ഫലമായിട്ട് എനിക്ക് തോന്നുന്നു കോടതിയുടെ ഈ പറയുന്ന ഒരു ഉത്തരവില് അവർ നേരത്തെ ഉദ്ദേശിച്ച പോലെ നമ്മുടെ മറ്റുള്ള എല്ലാ അവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളെയോ അല്ലെങ്കിൽ ബാക്കി ധാർമ്മിക ബോധമൊന്നും ഇല്ലാത്ത തരത്തിൽ നടത്തുന്നതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോടതി ഉത്തരവിന്റെ ഭാഗമായിട്ട് ഒരിക്കലും അത്തരത്തിലൊരു പരിപാടി അവിടെ നടത്താൻ അവർക്ക് സാധ്യമല്ലാതെ വന്നിട്ടുണ്ട്. കോടതിയുടെ നിയന്ത്രണം അവർ പാലിക്കുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം തീർച്ചയായിട്ടും അത്തരം പാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റു നടപടികളുണ്ടാകും. ഞാൻ എന്തുകൊണ്ടാണത് പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം തന്നെ അവിടുന്ന് സ്വർണ്ണപ്പാളികൾ മോഷണം പോയപ്പോൾ നമുക്കറിയാം 2023 സമാനമായ ഒരു വിഷയം വന്നപ്പോൾ കോടതി നിർദ്ദേശിച്ചാണ് യാതൊരു കാരണവശാലും ഇനി ഇത്തരമുള്ള വിഷയങ്ങളിൽ ഒരു സാമഗ്രിയും പുറത്തേക്ക് കൊണ്ടുവരുത്, റിപ്പയറിംഗ് മറ്റും ചെയ്യണമെങ്കിൽ അത് സന്നിധാനത്ത് വേണം, മാത്രമല്ല അതിന് മുൻകൂട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും കോടതിയുടെ അനുവാദം വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതുപോലെ ഈ വിഷയവും പക്ഷെ അതെല്ലാം നിരസിച്ചുകൊണ്ടാണ് അവർ ആ ഒരു പടിയായിട്ട് അവർ പോവുകയൊക്കെ ചെയ്തത്. എന്ന് പറഞ്ഞ പോലെ ഈ വിഷയം അവരനുസരിക്കുമോ ഇല്ലയെന്ന് മാത്രം കാണണം. എന്തായാലും ശരി, അത്തരത്തില് കോടതി നിർദ്ദേശം അനുസരിച്ചല്ല ഇത് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയും ശക്തമായ നടപടികളിലേക്ക് ഹൈന്ദവ സമൂഹത്തിനും അയ്യപ്പഭക്തനും നീങ്ങേണ്ടി വരും. ഏതായാലും കാത്തിരുന്ന് കാണാം. ഞാനിപ്പോൾ സംസ്ഥാനത്തിന് പുറത്താണ്, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തിരികെ എത്തുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. തീർച്ചയായും എന്തായാലും വിധി പകർപ്പ് വന്നതിന് ശേഷം അങ്ങയുടെ പ്രതികരണം തീർച്ചയായും ഞങ്ങൾക്ക് തേടേണ്ടി വരും. അത് വളരെ പ്രധാനവുമാണ്. പരിപാടി നടത്താം, പക്ഷേ തോന്നിയ പോലെ പരിപാടി നടത്തണ്ട എന്ന് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്.